നമസ്കാരം. സുഭാഷിതം. വനാനി ദഹതോ വഹ്നേ സഖാ ഭവതി മാരുതഃ സ ഏവ ദീപനാശായ കൃഷേ കസ്യാസ്തി ഗൗരവം. കാറ്റ് വനങ്ങൾ കത്തിയിരിക്കുന്ന അഗ്നിക്ക് സുഹൃത്തായി ഭവിക്കുന്നു. അതേ കാറ്റ് തന്നെ വിളക്ക് കെടുത്തുകയും ചെയ്യുന്നു. ദുർബലനിൽ ആർക്കാണ് താല്പര്യമുള്ളത്? ഇതാണ് ഇവിടെ ഈ സുഭാഷിതം പറയുന്നത്. കാറ്റ് അടിക്കുമ്പോൾ ചെറിയ ഒരു തീയെ വനത്തെ മുഴുവനും ദഹിപ്പിക്കുന്നു. എന്നാലോ അതേ കാറ്റ് ഒരു വിളക്ക് അവിടെ കത്തിച്ച് വയ്ക്കുമ്പോൾ അതേ കാറ്റെന്തെയും ആ വിളക്ക് കെടുത്തുന്നു. കാരണം ആ ചെറിയ വിളക്കിൻ്റെ ദീപം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ദുർബലമാണ്. അപ്പോൾ ദുർബലന്മാർക്കൊരിക്കലും സുഹൃത്തുക്കളുണ്ടാവില്ല എന്ന ഉദാഹരണമാണ് ഇവിടെ കാണിക്കുന്നത്. ശക്തിയുള്ളവൻ്റെ കൂടെയായിരിക്കും എല്ലാ സുഹൃത്തുക്കളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ശക്തി ആർജിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയാണോ ശക്തി അവിടെ മാത്രമേ എല്ലാവിധ വിജയം ഉണ്ടാകൂ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ദുർബലരായ ആളുകൾക്ക് ഒരിക്കലും ആരും സഹായം കൊടുക്കാതെ ശക്തരായ ആളുകൾക്കാണ് എല്ലാവരും സഹായം കൊടുക്കുന്നത് എന്ന് സുഭാഷിതം മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഒരു കാറ്റത്ത് ചെറിയ ഒരു അഗ്നിയാണെങ്കിൽ, അത് ചെറിയൊരു തീയാണെങ്കിൽ അതങ്ങ് കെട്ടുപോകും. പക്ഷേ എങ്കിൽ നല്ല രീതിയിലുള്ള കത്തലോടുകൂടി, നല്ല കത്തലാണെങ്കിൽ അത് അതിശക്തമായിട്ട് ഒരു വനത്തെ മുഴുവനും ദഹിപ്പിക്കുന്നു കാറ്റിൻ്റെ സഹായത്തോടു കൂടി എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു ഉദാഹരണ സഹിതമാണ് ഇവിടെ സുഭാഷിതങ്ങളെ മിക്കവാറും പറയാറുള്ളത്. എല്ലാവർക്കും ശുഭദിനം. നമസ്തേ.